ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് കുറച്ച് നടന്മാരുടെ അപ്കമിങ് മൂവീസ്. അത് ഉറപ്പുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുള്ള അപ്കമിങ് മൂവീസ് പറയാൻ. അതായത് മമ്മൂക്ക, ലാലേട്ടൻ, ഇപ്പോൾ ആടുജീവിതത്തിന് ശേഷം തീർച്ചയായിട്ടും പൃഥ്വിരാജ് സുകുമാർ, ഈ മൂന്ന് പേരുടെയും അപ്കമിങ് മൂവീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് തമിഴിൽ നിന്നുള്ള കുറേ നടന്മാരുണ്ട്. എന്തായാലും മലയാളത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ നടന്മാരെ കുറിച്ചും പറയുന്നതിനേക്കാൾ കൂടുതൽ 3-in-1 വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പൃഥ്വിരാജിൻ്റെയും സ്ഥിരീകരിച്ചിട്ടുള്ള, ഞാൻ അന്വേഷിച്ച് എനിക്ക് കൺഫർമേഷൻ ഉറപ്പായിട്ടും കിട്ടിയിട്ടുള്ള സിനിമകൾ മാത്രമാണ് പറയുന്നത്. ഇതല്ലാതെ ഒരുപാട് സിനിമകൾ മൂന്ന് പേരുടെയും എയറിലുണ്ട്, പക്ഷെ അതൊന്നും ഉറപ്പില്ലാത്ത സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് സിനിമകൾ നോക്കാം. ആദ്യം തന്നെ ലാലേട്ടൻ്റെ സിനിമ നോക്കി പറയാനേ പറ്റുള്ളൂ, അത്രയും സിനിമകളുണ്ട്. L353 ലാലേട്ടൻ്റെ 351ാമത് ചിത്രം, വിവേക് ലാലേട്ടൻ ചിത്രമാണ്. ഈ സിനിമ വളരെയധികം പ്രതീക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന സിനിമയാണ്. നമ്മുടെ അതിരൻ, അതുപോലെ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെയൊക്കെ സംവിധായകനും കൂടിയാണ്. ഈ സിനിമ ഡ്രോപ്പായി പോയി എന്നുള്ള രീതിയിൽ, അതായത് ഉപേക്ഷിച്ചു എന്നുള്ളൊരു വലിയ വാർത്ത എയറിലുണ്ട്. പക്ഷെ അത് തെറ്റായ വാർത്തയാണ്. ഇത് ഉപേക്ഷിച്ചു എന്നുള്ളതിന് ഒഫീഷ്യലി യാതൊരു സ്ഥിരീകരണവുമില്ല. ഈ സിനിമ ഇപ്പോഴും ഓണാണ്. അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. 2, മലൈക്കോട്ടെ വാലിബൻ 2. ഈ മലൈക്കോട്ടെ വാലിബൻ 1 ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തിയേറ്റർ ഫ്ലോപ്പാണെന്നുള്ളതിൽ യാതൊരു ഡൗട്ടില്ല. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ വന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, മലൈക്കോട്ടെ വാലിബൻ 2 എന്തായാലും സംഭവിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മലൈക്കോട്ടെ വാലിബൻ 2ലേക്ക് വരുമ്പോൾ, അതായത് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ, ലാലേട്ടൻ്റെ 2 കഥാപാത്രങ്ങളുണ്ട്, അച്ഛൻ കഥാപാത്രവും മകൻ കഥാപാത്രവും. സോ ഫസ്റ്റിലുള്ള ലാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവായി അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ ചെറിയൊരു വ്യത്യാസമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ വിചാരിക്കുന്നു. പക്ഷേ LJP ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. എന്തായാലും സിനിമ സംഭവിക്കുന്നത് തന്നെയാണ്, ഇത് ഉറപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. 3, എമ്പുരാൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ തീർച്ചയായിട്ടും ലൂസിഫർ തന്നെയാണ്. ലൂസിഫർ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ വമ്പൻ വിജയം, മാത്രമല്ല മലയാളത്തിൽ അന്ന് വരെയുള്ള എല്ലാ സകലമാന റെക്കോർഡുകളും തിരുത്തി പോയിരിക്കുന്ന സിനിമ. 2, നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം കൂടി അതിലുണ്ട്. മാത്രമല്ല, ഈ ഖുറൈഷി എബ്രഹാമും രാജുവിൻ്റെ ക്യാരക്ടർക്ക് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവർ തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാനുണ്ട്. മാത്രമല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 3ാം ഭാഗവും ഉണ്ടാകുന്നതാണ്. ഇത് ഒഫീഷ്യലി കൺഫേം ആയതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല, പക്ഷേ 3ാം ഭാഗം ഉണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ലിസ്റ്റിൽ വെക്കുന്നില്ല. എന്തായാലും 20% ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആടുജീവിതത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അനുവട്ടൻ തന്നെ കൺഫേം ആക്കിയിട്ടുള്ള വാർത്ത കൂടിയാണ്. അടുത്തത് ദൃശ്യം 3, ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് വരുന്ന ദൃശ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം. 1ാം ഭാഗമാണെങ്കിലും 2ാം ഭാഗമാണെങ്കിലും കീട്ടലിലായിരുന്നു. 2ാം ഭാഗമൊക്കെ ഒരാളും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് ഒക്കെയാണ് അവർ തന്നിട്ടുള്ളത്. ഞെട്ടിച്ച സിനിമയെന്ന് തന്നെ പറയും. അതുകൊണ്ട് തന്നെ 3ാം ഭാഗത്തിന് എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജീത്തു ജോസഫ് തന്നെ ഈ 3ാം ഭാഗം വരുന്നത് കൺഫേം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൃശ്യം 3 ആണ് 4ാമത്. 5ാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് L360, അതായത് തരുൺ മൂർത്തി ലാലേട്ടൻ ചിത്രം. ഇത് ഒഫീഷ്യലി ലാലേട്ടൻ തന്നെ ഇതിൻ്റെ പോസ്റ്ററൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇതിൻ്റെ കൺഫർമേഷൻ തന്നിട്ടുണ്ട്. 6ാമത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു. റംബാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ജോഷി സംവിധാനം ചെയ്ത് ചെമ്പൻ വിനോദ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന സിനിമയാണ്. ഈ അടുത്ത് ചെമ്പൻ വിനോദ് ഈ അഞ്ചക്കൊള്ള പോക്കാൻ എന്ന് പറഞ്ഞുള്ള സിനിമയുടെ ഇൻ്റർവ്യൂയുടെ ഭാഗമായിട്ട് ഈ ഒരു ചോദ്യം വന്നപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പക്ക ഫിക്ഷൻ ചിത്രമാണ്. മാത്രമല്ല, ലാലേട്ടൻ്റെ ഒരു പക്ക നാടൻ പ്ലസ് ഫോറിൻ അടി ഈ സിനിമയിൽ കാണാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് ചെമ്പൻ വിനോദ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരാധകരൊക്കെ വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന സിനിമയാണ്. അടുത്തത് ജീത്തു ജോസഫും ലാലേട്ടനും ഒന്നിക്കുന്ന അടുത്ത ചിത്രമായിട്ടുള്ള റാം എന്ന് പറഞ്ഞ ചിത്രം. ഈ റാം എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ 70% ഷൂട്ടിംഗ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം, അതുപോലെ കുറേ ഭാഗങ്ങൾ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫോറിൻ രാജ്യങ്ങളിലെ ചില ക്ലൈമറ്റ് ചേഞ്ചുകളൊക്കെ കാരണം ബാക്കിയുള്ള 30% ഷൂട്ടിംഗ് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും ഈ സിനിമ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ഉപേക്ഷിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കി ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടന്ന് എത്രയും പെട്ടെന്ന് തന്നെ സിനിമ റിലീസിനെത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്തത് ബാറോസ് എന്തുകൊണ്ടാണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ചോദിച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. പ്രധാനമായിട്ടും ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അടുത്ത് സംവിധായകരുടെ സംഘടനയിൽ ലാലേട്ടന് അംഗത്വം കിട്ടിയതിൻ്റെ ഒരു ID കാർഡ് കിട്ടിയതിൻ്റെ ഫോട്ടോ ഒക്കെ പുള്ളി സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സംവിധാനം. മാത്രമല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർ മുഴുവൻ ഇൻ്റർനാഷണൽ ലെവൽ ടെക്നീഷ്യൻസാണ്. കിട്ടാത്ത ഏറ്റവും ബെറ്റർ ആളുകളെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും പാൻഡമിക് സംഭവിച്ച് ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾക്ക് മുഴുവനും ഒഴിവാക്കി വീണ്ടും റീഷൂട്ട് തുടങ്ങിയ സിനിമയൊക്കെയാണ്.
അതൊരു മെയ്യിൽ മേ ബി ഇതിൻ്റെ റിലീസ് ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതൊരു പക്ക ഫാൻറ്റസി ചിത്രമാണ്. അറിയാലോ, ഗാമയുടെ സ്വർണം കാക്കുന്ന അല്ലെ, നിധി കാക്കുന്ന, സ്വർണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിധി കാക്കുന്ന ഭൂതമായിട്ടാണ് ലാലേട്ടൻ വരുന്നത്. അതിൻ്റെ യഥാർത്ഥ അവകാശം കണ്ടെത്തുന്നതും ആ കുട്ടിയായിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനൊക്കെ തന്നെയാണ്. എന്തായാലും കണ്ടറിയാം. അടുത്തത് ഋഷഭ എന്ന് പറഞ്ഞ സിനിമ. ഈ ഋഷഭ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റുള്ള റീപ്രൊഡക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഈയിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ആയിരുന്നു. അതായത് മുൻ ജന്മത്തിൽ ശത്രുക്കളായിരുന്ന രണ്ടുപേർ അച്ഛനും മകനുമായി പുനർജനിക്കും. സോ അങ്ങനെ പുനർജനിക്കുമ്പോൾ അന്ന് അത്രയും വലിയ ശത്രുക്കളായിരുന്ന രണ്ടുപേർ അച്ഛനും മകനാകുമ്പോൾ ആ ഒരു ബന്ധം എങ്ങനെയായിരിക്കും, അവർ തമ്മിലുള്ള ശത്രുത ഇപ്പോൾ എങ്ങനെയായിരിക്കും തുടങ്ങിയുള്ള പല കാരണങ്ങൾ പല കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു പോകുന്ന സാധ്യതയുണ്ട്. എന്തായാലും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഋഷഭയാണ് 9ാമായിട്ട് പറയേണ്ടത്. 10ാമായിട്ട് പറയേണ്ടത് ലാലേട്ടൻ്റെ സത്യനന്ദിക്കാട് ചിത്രമാണ്. സത്യനന്ദിക്കാട് ലാലേട്ടൻ ഒന്നിക്കെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് നല്ല സിനിമകൾ തന്നിട്ടുള്ള ഒരു കോംബോ ആണ്. മാത്രമല്ല ഇതിലൊരു പക്ക വിൻറ്റേജ് ഒരു നാടൻ ലാലേട്ടനെ കാണാൻ സാധിക്കുന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. എന്തായാലും സിനിമ സംഭവിക്കുന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള വാർത്തയാണ്. ഇതല്ലാതെ ലാലേട്ടൻ്റെ ഏകദേശം 5-6 സിനിമകളോളം ഇനിയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും കൺഫർമേഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് ആ സിനിമയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇതല്ലാതെ കൺഫർമേഷൻ കിട്ടിയിട്ടുള്ള ഏതൊരു സിനിമ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് നേരെ മമ്മൂക്കയിലേക്ക് വരാം. മമ്മൂക്കയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പുള്ളിക്കാരൻ കടന്നു പോകുന്നത്. പ്രേക്ഷകനായിട്ടാണെങ്കിലും അദ്ദേഹമാണെങ്കിലും അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ പുള്ളിക്കാരൻ്റെ വരാനിരിക്കുന്ന സിനിമകൾ വളരെ പ്രതീക്ഷയോടെ തന്നെ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നതും കൂടിയാണ്. അതിലൊന്നാം ചിത്രമാണ് ടർബോ ജോസായി പുള്ളി, അടിപൊളി ജോസായി പുള്ളി വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നെങ്കിലും തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും ഒക്കെ അതിൽ തന്നെ ആ ഒരു എന്താ പറയുക, അടിപിടി ജോസിൻ്റെ ഒരു ഫീൽ തന്നിട്ടുള്ള ചിത്രങ്ങൾ തന്നെയായിരുന്നു. മാത്രമല്ല അതിനുവേണ്ടി പുള്ളിക്കാരൻ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണെങ്കിലും പ്രസ് മീറ്റ് ആണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. എന്തായാലും മിഥുൻ മാനുവൽ തോമസ് കഥ എഴുതുന്നു, തിരക്കഥ എഴുതുന്നതാണ് മറ്റൊരു പ്രത്യേകത, മറ്റൊരു അട്രാക്ഷൻ. ആൻഡ് വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്. ഈ 3 പേരോടെ കോമ്പോ വരുമ്പോൾ നല്ലൊരു ചിത്രം തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം. 2 ബസൂക്കയാണെങ്കിലും ഡിനോ ഡെന്നീസാണ് സംവിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ ആണെങ്കിലും പോസ്റ്റേഴ്സ് ഒക്കെ വേറെ ലെവൽ പോസ്റ്റേഴ്സ് ആയിരുന്നു. പുള്ളി ആ ഒരു ബൈക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന മുട്ടിയൊക്കെ പുറകിലേക്ക് കെട്ടിയിട്ടുള്ള സംഭവമാണെങ്കിലും അതെല്ലാം തന്നിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള പോസ്റ്ററുകളാണ്. അപ്പോൾ നല്ലൊരു സിനിമ തന്നെ വരാൻ സാധ്യതയുണ്ട്. നമുക്കിടെ മറ്റൊരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കഥാപാത്രത്തിനെ കാണാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ചിത്രം കൂടിയാണ്. അടുത്തത് മഹേഷ് നാരായണൻ മമ്മൂക്ക ചിത്രം. ഈ ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിൽ 2-3 ദിവസങ്ങളായിട്ട് പല വാർത്തകളും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമ ഉപേക്ഷിച്ചിട്ടില്ല. ഉപേക്ഷിച്ചതായിട്ട് യാതൊരു ഒഫീഷ്യലി ഇവരാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സിനിമ ഓണായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സോ മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രമാണ് മൂന്നാമതായിട്ട് പറയുന്നത്. 4 കൃഷാന്ത് മമ്മൂട്ടി ചിത്രം. ഈ കൃഷാന്ത് എന്ന് പറയുമ്പോൾ പുരുഷപ്രേതമാണെങ്കിലും ആവാസവീഹാണെങ്കിലും പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകൾ തന്നെയാണ്. പക്ഷേ ഈ സിനിമകളൊക്കെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ കുറച്ചും ചവിട്ടി താത്തപ്പെട്ട സിനിമകളാണെന്ന് പറയേണ്ടി വരും. അത്രമേൽ എന്താ പറയുക, പ്രേക്ഷകരുടെ ശ്രദ്ധ കിട്ടിയിട്ടുള്ള സിനിമകളാണ് പറയേണ്ടി വരും. പക്ഷെ മമ്മൂക്കയിലേക്ക് വരുമ്പോൾ വേറൊന്നും പറയേണ്ടതില്ലോ. മമ്മൂട്ടിയാണ് നടൻ എന്ന് പറഞ്ഞാൽ തന്നെ ശ്രദ്ധ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇതൊരു ടൈം ട്രാവലർ ചിത്രമാണെന്നാണ് പറയുന്നത്. സോ ആ ഒരു കോംബോയിൽ നിന്ന് ഏറ്റവും മികച്ച സിനിമ എന്ന് ഒരുപക്ഷെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രമാണ്. ഈ രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ മറ്റുള്ള ഒരു അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ സിനിമ ഒരു എന്താ പറയുക, ഒരു സയൻസ് ഫിക്ഷൻ മൂവി ആവാനുള്ള സാധ്യത ഉണ്ടെന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അത് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അടുത്തത് അമൽ നീരദ് മമ്മൂക്ക ചിത്രം. അമൽ നീരദ് ചിത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും ബിലാലാണെന്ന് വിചാരിക്കും. ബിലാലല്ല, അതിന് മുമ്പായിട്ട് അവർ ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ ഒരു 90% ഉറപ്പുള്ളൊരു വാർത്ത, ദുൽഖർ സൽമാൻ ആദ്യമായി മമ്മൂക്കയോടൊപ്പം ഒരുമിക്കും എന്നാണ് കേൾക്കുന്നത്. മകനും അച്ഛനും ഒരുമിച്ച് വരുന്ന ആൾക്ക് സിനിമ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതും ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള വാർത്തയൊന്നുമല്ല. പക്ഷേ അമൽ നീരദാണ്, മമ്മൂക്കയാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഇനിയിപ്പോൾ ദുൽഖർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ അട്രാക്ഷൻ ഉണ്ട് വേറെ തന്നെയാണ്. സോ അടുത്തത് തീർച്ചയായിട്ടും അമൽ നീരദിനെ പറഞ്ഞുകൊണ്ട് തന്നെ ബിലാൽ. അറിയാലോ, ബിലാൽ ജോൺ കുരിശിങ്ങൽ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം അത് എത്രമാത്രം ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് തിയേറ്റർ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും അത് പിന്നീട് അന്ന് ടൊറൻറ്റ് ഹിറ്റൊക്കെ ആയിരുന്നു. ടൊറൻറ്റാണ് അന്ന് കൂടുതലും ആളുകൾ ഉപയോഗിച്ചിരുന്നത്. സോ അങ്ങനത്തെ ഒരു ചിത്രം വീണ്ടും ബിലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് പുള്ളിക്കാരൻ വരുമ്പോൾ അത് തിയേറ്ററിൽ ആഘോഷമാക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ ബിലാൽ. അടുത്തത്
ഈ സിനിമ ഒഫീഷ്യലി കൺഫേം അല്ല. ഈ സിനിമ മാത്രമല്ല, ഒരുപാട് ഒഫീഷ്യലി കൺഫേം അല്ലാത്ത ഒരുപാട് സിനിമകളുണ്ട്. ഏകദേശം ഒരു 6-7 സിനിമകൾ എങ്ങാണ്ടും ഞാൻ നോക്കിയപ്പോൾ കണ്ടു. പക്ഷെ അതിനൊന്നും ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇതിപ്പോൾ ഉറപ്പായിട്ടുള്ള സിനിമകൾ മാത്രമാണ് പറയുന്നത്. എന്നാലും ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഉറപ്പില്ലെങ്കിലും ഇങ്ങനൊരു ചിത്രം സംഭവിച്ചിരുന്നെങ്കിൽ ഞാനും ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയാണ്. മമ്മൂക്ക, ലാലേട്ടൻ കൂടി ഒരുമിക്കുന്ന അവരുടെ കോംബോയിൽ ഒരു ചിത്രം വരും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഒരു ചിത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി പറയാനുള്ളത് പൃഥ്വിരാജിൻ്റെ സിനിമകളാണ്. ആടുജീവിതത്തിന് ശേഷം, അത് പ്രത്യേകിച്ചും ആടുജീവിതത്തിന് ശേഷം മലയാളികൾ മാത്രമല്ല അതല്ലാതെ ഒരുപാട് അന്യഭാഷ പ്രേക്ഷകർ ഈ നടൻ്റെ, അതായത് പൃഥ്വിരാജിൻ്റെ അപ്കമിങ് മൂവീസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് നമുക്ക് ഒരുപാട് സിനിമകളിൽ കാണാം. പല റീൽസിലായാലും പുള്ളിക്കാരുടെ പല സിനിമകൾ, വരാനുള്ള സിനിമകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, കേൾക്കാം. എന്തായാലും നമ്മൾ നോക്കാം ഏതൊക്കെയാണ് പൃഥ്വിരാജ് സിനിമ എന്നുള്ളത്. ഒന്നാം സിനിമ കാളിയൻ. കാളിയൻ എസ് മഹേഷാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു ചരിത്ര ബ്രഹ്മാണ്ഡ സിനിമയാണെന്നാണ് പറയുന്നത്. അതായത് ചരിത്രത്തിൽ ഒരുപക്ഷെ പറഞ്ഞിട്ടില്ലാത്ത കാളിയൻ്റെ വീര ചരിത്രം അതായിരിക്കും സിനിമയിലൂടെ പറയാം. ജസ്റ്റ് പുള്ളിക്കാരൻ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ടല്ലോ, ഞാൻ കാളി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം തന്നെ വലിയ രീതിയിൽ എന്താ പറയുക വൈറലായിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. 2 വിലായത്ത് ബുദ്ധ. ചേൻ നമ്പ്യാരാണ് സംവിധാനം ചെയ്യുന്നത്. വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണെന്നുള്ളത്. അതായത് സ്വന്തം ആശാനും ശിഷ്യനും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ചന്ദനമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അതിനുവേണ്ടി അവർ കാണിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും വളരെ രസകരമായിട്ടും വളരെ ഇമോഷണലായിട്ടും പോകുന്നൊരു കഥയാണ്. സോ അത്തരത്തിലൊരു കഥാപാത്രമായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ പകർന്നാട്ടം തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ചും ഈ ഒരു ആടുജീവിതത്തിന് ശേഷം. 3 ടൈസൺ. ടൈസൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സംവിധാനം ചെയ്യുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. അതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. പിന്നെ ഓംബാലയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല ഇതൊരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലറാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ അടുത്തത് അയ്യപ്പൻ. ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഡ്രോപ്പായി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യലി ഇത് ഡ്രോപ്പായി എന്നുള്ളത് യാതൊരു സ്ഥലത്തും ആരും സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമ ഇപ്പോഴും ഓണാണ്. ശങ്കർ രാമകൃഷ്ണനാണ് സംവിധാനം ചെയ്യുന്നത്. ഇതൊരു ഡിവോഷണൽ ഫാൻറ്റസി ചിത്രമാണ്. അടുത്തത് കറാച്ചി 81. ഈ കറാച്ചി 81ൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരുന്നു. അത് ഒഫീഷ്യലായിരുന്നു അതോ ഫാൻമേഡ് ആയിരുന്നു എനിക്ക് ഉറപ്പില്ല. അത് കിടലും പോസ്റ്ററായിരുന്നു. എന്തായാലും ഇതൊരു മിലിറ്ററി വാർ ചിത്രമാണ്, പട്ടാള യുദ്ധ ചിത്രമാണ്. മാത്രമല്ല ഇതിലൊരു 2-3 ലുക്കിൽ പൃഥ്വി വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലുക്കിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ മറ്റൊരു വമ്പൻ പ്രകടനം ഒരുപക്ഷെ കറാച്ചി 81ലൂടെ കാണാൻ സാധ്യതയുണ്ട്. അടുത്തത് റെയിൽവേ കാർഡ്. ഈ റെയിൽവേ കാർഡ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചും കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷേ ഈ സിനിമ ഡ്രോപ്പ് ആയിട്ടില്ല. 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമയാണ്. ഇപ്പോഴും ഇത് ഓണായിട്ട് തന്നെയാണുള്ളത്. ഈ സിനിമ എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് പറയുന്നത്. പല സിനിമകളുടെയും ഡേറ്റ് ക്ലാഷും കാര്യങ്ങളൊക്കെ കാരണം പുള്ളിക്കാരന് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റാതിരിക്കുന്നതുകൊണ്ടാണ് സിനിമയെ കുറിച്ച് കൂടുതൽ എന്താ പറയുക അപ്ഡേറ്റുകളൊന്നും പുറത്തു വരാത്തെന്നാണ് അറിയാൻ സാധിച്ചത്. അടുത്തത് എമ്പുരാൻ. എമ്പുരാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലാലേട്ടൻ്റെ കാത്തിരിക്കുന്ന സിനിമകളിലെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ആൾ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് എമ്പുരാൻ. അതുകൊണ്ട് തന്നെ ചിത്രം എന്നുള്ളതിനപ്പുറം ലാലേട്ടൻ്റെ ഒരു സിനിമ എന്നുള്ള ഒരു ഹൈപ്പ് കൂടെ സിനിമയ്ക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീട്ടിലൊന്നും പറഞ്ഞില്ല. ഈ പറഞ്ഞ പോലെ 20% ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സിനിമ തിയേറ്ററിലെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ജനഗണമന 2. ഒരു പക്ഷേ ഈ അടുത്ത് വന്ന സിനിമകളിൽ ആദ്യം വന്ന സിനിമകൾ കുറേ സിനിമകളിൽ ഞെട്ടിച്ചു. മഞ്ഞൾ ബോയ്സ് ഇറങ്ങുമ്പോൾ ഒരുപാടൊന്നും പറയുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഭയങ്കരമായ ഞെട്ടിക്കലായിരുന്നു ഈ ജനഗണമന 2 നമുക്ക് തന്നൊരു ഫീൽ എന്ന് പറയുന്നത്. ഭയങ്കര രോമാഞ്ചകം തന്നില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിന് ശേഷം അങ്ങോട്ട് പൃഥ്വിരാജ് അഴിഞ്ഞാടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരാനുള്ളത്. ഡിജോ ആണ് ഇത് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മാസിക് പ്രകടനം ഇതിലൂടെ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതല്ലാതെ ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിൻ്റെയും കൂടുതൽ അപ്ഡേറ്റുകൾ ലഭ്യമല്ല. ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റാതെ പോയൊരു സിനിമയാണ്. എന്തായാലും സിനിമ ഓണാണ്, അത് സംഭവിക്കും തന്നെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് കൺഫേം ആയിട്ടുള്ള ചിത്രങ്ങൾ. ഇതല്ലാതെ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ പൃഥ്വിയുടെ ഒരു ഹിന്ദി എന്താ പറയുക ഒരു സീരീസ്, അദ്ദേഹം പ്രധാന കഥാപാത്രത്തിൽ ഹിന്ദി സീരീസ് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അതല്ലാതെ ഒരു തെലുഗു ചിത്രം പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഒരു തമിഴ് ചിത്രം പറഞ്ഞു കേൾക്കുന്നത് പ്രധാന കഥാപാത്രമായിട്ട്. പക്ഷെ ഇതൊന്നും കൺഫർമേഷൻ വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 3 പേരുടെയും കൺഫേം ആയിട്ടുള്ള ഞാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ചിത്രങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഇത്രയും പറഞ്ഞ 3 പേരുടെയും സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് കമൻറ്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഈ പറഞ്ഞ 3 നടന്മാരിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ
ആരാണെന്നുള്ളത് കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവരെ കാണാം. കാണുന്നവരെ